കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ മലയോര ഗ്രാമമായ അങ്ങാടിക്കടവിൽ കുടിയേറ്റ കർഷക ദമ്പതികളായ പ്ലാക്കൂട്ടത്തിൽ ജോസഫിന്റെയും അന്നക്കുട്ടിയുടെയും 13ാമത്തെ മകളായി സിസ്റ്റർ ജയ ജനിച്ചു. ജെസ്സി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ചാച്ചനും അമ്മയും 7 സഹോദരന്മാരും 7 സഹോദരിമാരും അടങ്ങിയ ഒരു വലിയ കുടുംബത്തിൽ സ്നേഹലാളനകൾ ആവോളം അനുഭവിച്ചും ജീവിതത്തിന്റെ സുഖദുഃഖ സമ്മിശ്രമായ സാഹചര്യങ്ങൾ അറിഞ്ഞും വളർന്നു വന്നു. അങ്ങാടിക്കടവ് സേക്രഡ് ഹാർട്ട് UP സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളിൽ 1985 സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് മട്ടന്നൂർ ഹിന്ദി വിദ്യാലയത്തിൽ ഹിന്ദി വിദ്വാൻ കോഴ്സിൽ ഉന്നത വിജയം കൈവരിച്ചു. 1988 തന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് എടൂർ കർമ്മല മഠത്തിൽ ചേർന്നു. താമരശ്ശേരി തേക്കുംകുറ്റിയിലുള്ള ഹൌസിൽ പോസ്റ്റലൻസി, നോവിഷേറ്റ് എന്നിവ പൂർത്തിയാക്കി. 1992 മെയ് 5 എടൂർ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ വെച്ച് ആദ്യ വ്രതം ചെയ്ത് ക്രിസ്തുവിന്റെ സന്യാസിനിയായി. സിസ്റ്റർ ജയ റോസ് എന്ന പേര് സ്വീകരിച്ചു. ആ വർഷം തന്നെ താമരശ്ശേരിയിലുള്ള തോട്ടുമുക്കം ഇടവകയിലെ സ്കൂളിൽ അധ്യാപികയായി ആദ്യ നിയമനം ലഭിച്ച സിസ്റ്റർ ജയ 1 വർഷത്തെ അധ്യാപനത്തിന് ശേഷം മുക്കത്തുള്ള ഹിന്ദി വിദ്യാലയത്തിൽ ഹിന്ദി പ്രവീൺ പൂർത്തിയാക്കി. 1994 തലശ്ശേരി പ്രൊവിൻസിന്റെ മിഷൻ പ്രദേശമായ ജമ്മു കാശ്മീരിൽ 1 വർഷം സേവനം ചെയ്ത ശേഷം 95 ജൂണിയറേറ്റ് കോഴ്സിനായി ബാംഗ്ലൂരിലെത്തി. 1996 നിത്യവ്രതം സ്വീകരിച്ച ശേഷം 2000 വരെ തളിപ്പറമ്പിലുള്ള CMC സന്യാസിനി സമൂഹത്തിന്റെ വിദ്യാലയമായ സാന്റ് ജോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അധ്യാപികയായി സേവനം ചെയ്തു. 2001 വടക്കാഞ്ചേരി ഹിന്ദി മഹാവിദ്യാലയത്തിൽ B.Ed പൂർത്തിയാക്കിയ ശേഷം 2003 വരെ വീണ്ടും സാന്റ് ജോസിൽ അധ്യാപനം നടത്തി. 2002 ചെമ്പന്തൊട്ടി സെന്റ് ജോർജ് ഹൈസ്കൂളിൽ 2 മാസത്തെ ലീവ് വേക്കൻസിയിൽ ജോലി ചെയ്ത സിസ്റ്റർ 2003 2 മാസം കാപ്പാട് UPയിലും ലീവ് വേക്കൻസിയിൽ സേവനം ചെയ്തു. 2004 കച്ചേരിക്കടവ് സെന്റ് ജോർജ് UP സ്കൂളിൽ പാർട്ട് ടൈം അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചു. തുടർന്ന് 2005 തൊണ്ടിയിൽ സെന്റ് ജോൺസ് UP സ്കൂളിൽ 1 വർഷത്തെ സേവനത്തിന് ശേഷം 2006 എടൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിലേക്ക് പ്രൊമോഷൻ ലഭിച്ചു. 2008 തസ്തിക നഷ്ടമായതിനെ തുടർന്ന് ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിലേക്ക് സ്ഥലം മാറി. 2012 വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിലേക്ക് മാറ്റം ലഭിച്ച സിസ്റ്റർ ജയ നീണ്ട 13 വർഷക്കാലം ഈ വിദ്യാലയത്തിൽ ചെയ്ത സേവനം വിസ്മരിക്കാനാവാത്തതാണ്. രാഷ്ട്രഭാഷയുടെ ക്ലിഷ്ടതകളെ അയത്നലളിതമായി ഗ്രഹിക്കാൻ കഴിയും വിധം ഹൃദയങ്ങളിലേക്ക് പകർന്ന ശ്രേഷ്ഠാധ്യാപിക, നിലാവ് പൊഴിക്കുന്ന നിറപുഞ്ചിരിയോടെ വിദ്യാർത്ഥികളുടെയും സഹപ്രവർത്തകരുടെയും രക്ഷിതാക്കളുടെയും മനസ്സിൽ നന്മയുടെ പ്രഭ വിതറുന്ന സൗമ്യ സാന്നിധ്യമാണ് പ്രിയപ്പെട്ട ജയ സിസ്റ്റർ. സ്കൂളിന്റെ അച്ചടക്കം നിലനിർത്തുന്നതിൽ സജീവ സാന്നിധ്യമാണ് സിസ്റ്റർ ജയ. എല്ലാ ദിവസവും വളരെ നേരത്തെ വിദ്യാലയത്തിലെത്തുകയും പൂന്തോട്ടവും പരിസരങ്ങളും കൃത്യതയോടെ പരിപാലിക്കുകയും ചെയ്യുന്നതിനൊപ്പം വിദ്യാലയത്തിന്റെ അച്ചടക്ക കാര്യങ്ങളിൽ സജീവമായ ഇടപെടലുകൾ നടത്തിവരികയും ചെയ്യുന്നു. സ്കൂളിലെ പരീക്ഷാ ചുമതലയുള്ള സിസ്റ്റർ എല്ലാ പരീക്ഷകളും കൃത്യതയോടെ നടത്തുന്നതിൽ അതീവ ശ്രദ്ധാലുവാണ്. നിരന്തരമായി ഭവന സന്ദർശനം നടത്തി രക്ഷിതാക്കളുമായുള്ള ബന്ധം ഊഷ്മളമായി നിലനിർത്തി സ്കൂൾ അച്ചടക്കം കാര്യക്ഷമമാക്കാൻ സിസ്റ്ററിന് സാധിക്കുന്നു. വിദ്യാർത്ഥികളുടെ പഠനകാര്യങ്ങൾക്കൊപ്പം അവരുടെ വ്യക്തിത്വ വികാസത്തിനും സിസ്റ്റർ കരുതൽ നൽകുന്നു. അവരുടെ പ്രതിസന്ധികളിൽ മാതൃവാത്സല്യത്തോടെ ചേർത്ത് നിർത്തി മുന്നോട്ട് നയിക്കുന്ന സിസ്റ്ററിന്റെ ഇടപെടലുകൾ ഏറെ ശ്രദ്ധേയമാണ്. അടിയുറച്ച വിശ്വാസ തീഷ്ണത കൈമുതലാക്കി പ്രാർത്ഥനയുടെ നറുപുഷ്പങ്ങൾ വിതറി ഏതൊരു പ്രതിസന്ധിയിൽ നിന്നും തനിക്ക് ഒപ്പമുള്ളവരെ സംരക്ഷിച്ചു നിർത്താനും അവരെ ബലപ്പെടുത്താനും പ്രോത്സാഹിപ്പിക്കാനും സ്നേഹപൂർവ്വം തിരുത്താനും മാർഗദർശനങ്ങൾ നൽകാനും അതീവ ശ്രദ്ധാലുവാണ്. സമാനതകളില്ലാത്ത കലാകാരി. ദേവാലയത്തിലെ തിരുവൾത്താരകളും വിദ്യാലയത്തിലെ വേദികളും അലങ്കൃതമാക്കുന്നതിൽ സിസ്റ്ററിന്റെ കരവിരുത് വർണ്ണനകൾക്കതീതമാണ്. KCYM എടൂർ ഫൊറോന വൈസ് ഡയറക്ടറായി ദീർഘകാലമായി സിസ്റ്റർ സേവനം ചെയ്തു വരുന്നു. യുവഹൃദയങ്ങളെ വിശ്വാസ തീഷ്ണതയിൽ ജ്വലിപ്പിക്കുവാനും കാലത്തിനൊത്ത സുവിശേഷം അവരിൽ വിതയ്ക്കാനും സിസ്റ്റർ നിതാന്ത ജാഗ്രത പുലർത്തുന്നു. വെളിമാനം സ്കൂളിനെ സംബന്ധിച്ച് സിസ്റ്റർ പടിയിറങ്ങുന്നു എന്നത് എല്ലാ അർത്ഥത്തിലും തീരാ നഷ്ടമാണ്. ഈ വിദ്യാലയത്തിന്റെ
സമസ്ത മേഖലകളിലും കയ്യൊപ്പ് ചാർത്തിയ, വിദ്യാലയത്തെ സ്വന്തമായ ഹൃദയത്തിലേറ്റിയ പ്രിയ ഗുരുനാഥ, ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച ശേഷം ഇന്ത്യയുടെ മറ്റൊരതിർത്തിയിലേക്ക് യാത്രയാകാൻ ഒരുങ്ങുകയാണ്. വെളിമാനത്തിന്റെ ചരിത്ര വഴികളിൽ നിറസൗരഭ്യം പകർന്ന കർമ്മലാരാമത്തിലെ പനിനീർ സുമം, പ്രകൃതി വശ്യത കൊണ്ട് സഞ്ചാരികളുടെ ഹൃദയം കവരുന്ന നാട്ടിലേക്ക്, കാശ്മീരിലേക്ക് പറിച്ചു നടപ്പെടാൻ ഒരുങ്ങുകയാണ്. നീണ്ട 13 വർഷക്കാലം ഈ വിദ്യാലയത്തിനും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും സഹപ്രവർത്തകർക്കും രക്ഷിതാക്കൾക്കും മനസ്സിന്റെ മണിച്ചപ്പിൽ മായാതെ സൂക്ഷിക്കാൻ ആവോളം ഓർമ്മകൾ നൽകിയ പ്രിയപ്പെട്ട ജയാമേ, വാക്കുകൾ കൊണ്ട് നന്ദി ചൊല്ലി തീർക്കാൻ ആവില്ല എന്ന തിരിച്ചറിവോടെ നിലാപുഞ്ചിരി കൊണ്ട് മനം നിറയ്ക്കുന്ന ആ മുഖവും നന്മകളും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. വരും നാളുകൾ കൂടുതൽ പ്രഭാപൂരിതമാകട്ടെ, ദൈവകൃപയുടേതാകട്ടെ. ഇനിയും അനേകർക്ക് നന്മയുടെ സൗരഭ്യമേകാൻ ദീർഘകാലം ആയുസ്സും ആരോഗ്യവും നൽകി സർവേശ്വരൻ കൂടെയുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ സെന്റ് സെബാസ്റ്റ്യൻസ് കുടുംബത്തിന്റെ സ്നേഹനിർഭരമായ യാത്രാമംഗളങ്ങൾ. വരും കാലങ്ങളിൽ ഞങ്ങൾ നേരിടാൻ പോകുന്ന ശൂന്യതയുടെ ആഴം എത്രമേൽ വലുതാണെന്ന ബോധ്യത്തോടെ സ്നേഹാദരങ്ങൾ.